സംസ്ഥാനത്ത് സ്പിരിറ്റ് നിർമ്മാണ കേന്ദ്രം ആരംഭിക്കുന്നതിനെതിരായ പ്രതിപക്ഷ എതിർപ്പ് അന്യസംസ്ഥാന കമ്പനികൾക്ക് വേണ്ടിയോ എന്ന സംശയം ബലപ്പെടുകയാണ്. മഹാരാഷ്ട്ര, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കൂടുതൽ സ്പിരിറ്റ് നമ്മുടെ ഡിസ്റ്റിലറികൾക്കും അതുപോലെ തന്നെ എണ്ണ കമ്പനികൾക്കും മറ്റുമായി എത്തനോളും മറ്റും എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കർണാടകയിലെ സ്പിരിറ്റ് കമ്പനി കോൺഗ്രസ് മന്ത്രിയുടേതാണ്. മഹാരാഷ്ട്രയിൽ BJP നേതാക്കളാണ് സ്പിരിറ്റ് കമ്പനികൾ നടത്തുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി ഷീജ വരികയാണ്. ഷീജ, മുൻപ് തന്നെ അന്യസംസ്ഥാന സ്പിരിറ്റ് ലോബിക്ക് വേണ്ടിയാണ് പ്രതിപക്ഷം കേരളത്തിൽ ഒരു പുതിയ വ്യവസായം ആ നിലയിൽ വരരുത്, അല്ലെങ്കിൽ കേരളത്തിൽ സ്പിരിറ്റ് നിർമ്മാണം പാടില്ല, കാരണം അവരുടെ ഏറ്റവും വലിയൊരു ക്ലയൻ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ഡിസ്റ്റിലറികളാണ്. 3000 കോടിയോളം രൂപയ്ക്കാണ് ഇവിടെ പ്രതിമാസം ഇങ്ങനെ സ്പിരിറ്റ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് തന്നെ 400 കോടി രൂപയാണ്. നമ്മൾ ഇന്നലെ ആ വാർത്ത ഷീജ തന്നെ പുറത്തു കൊണ്ടുവന്നതാണ്. ഇന്നിപ്പോൾ അതിലൂടെ വരുന്ന എന്താണ്? ഒന്നാം സ്ഥാനത്ത് മഹാരാഷ്ട്രയിലെ കമ്പനികൾ, രണ്ടാം സ്ഥാനത്ത് കർണാടകയിലെ കമ്പനികൾ കേരളത്തിലേക്ക് ഈ പറഞ്ഞതുപോലെ എഥനോളും അതുപോലെ തന്നെ ഈ സ്പിരിറ്റും എത്തിക്കുന്നത്. ആ കമ്പനികൾ ആരൊക്കെയാണ്? ഇവരുടെയൊക്കെ കോൺഗ്രസ് BJP ബന്ധം വെളിപ്പെടുന്നത് ഏതൊക്കെ തരത്തിലാണ്? തീർച്ചയായും ശരത്, അതായത് സംസ്ഥാനത്ത് ഈ രീതിയിലൊരു സ്പിരിറ്റ് നിർമ്മാണ കേന്ദ്രം ആരംഭിക്കുന്നതിനെ കണ്ണടച്ചെതിർക്കുന്നതിന് പിന്നിലുള്ള പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്ത് എന്ന് പരിശോധിക്കുമ്പോഴാണ് നമ്മൾ ഇവിടേക്ക് സ്പിരിറ്റ് കൊണ്ടുവരുന്ന കമ്പനികളുടെ പശ്ചാത്തലം പരിശോധിച്ചത്. അതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് കർണാടകയിൽ നിന്നുള്ള കമ്പനികൾ, അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള കമ്പനികൾ, ഇവയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് കോൺഗ്രസ് BJP പശ്ചാത്തലമാണ് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കർണാടകത്തിൽ നിന്നുള്ള സ്പിരിറ്റ് എത്തിക്കുന്ന ഒരു പ്രധാന കമ്പനിയാണ് ഹർഷ ഷുഗേഴ്സ് എന്ന് പറയുന്നത്. ഈ ഹർഷ ഷുഗേഴ്സിന്റെ ഉടമ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ മന്ത്രിയാണ്. അവിടെയുള്ള കോൺഗ്രസിന്റെ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയായിട്ടുള്ള ലക്ഷ്മി ഹബ്ബാൽക്കർ ആണ് ഇതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ഇവർ DK ശിവകുമാറിന്റെ അടുത്ത അനുയായിയാണ് എന്നതുകൂടി ഏറെ പ്രസക്തമായ ഒരു കാര്യമാണ്. അതിനൊപ്പം തന്നെ ഈ കമ്പനിയുടെ ഡയറക്ടറായി പ്രവർത്തിക്കുന്നത് ഇവരുടെ മകനും അവിടുത്തെ കർണാടകയിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ആയിട്ടുള്ള മൃണാൽ ഹെബാൽക്കർ ആണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇത് ഇവരുടെ കമ്പനിയുടെ സൈറ്റിൽ ചെല്ലുമ്പോൾ തന്നെ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ വിവരങ്ങൾ നൽകുന്നതും. മറ്റൊരു കമ്പനി മഹാരാഷ്ട്രയിലെ അദാനി ഷുഗേഴ്സ് ആണ്. ഈ അദാനി ഷുഗേഴ്സിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് BJPയുടെ MLA ആണ്. നിലവിലിപ്പോൾ അദ്ദേഹം BJPയുടെ MLA ആണെങ്കിലും കോൺഗ്രസ് നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ശ്രീമന്ത് ബാൽസാഹിബ് പാട്ടീൽ എന്നുള്ളതാണ്. ഇതിനു പുറമെ മഹാരാഷ്ട്രയിലെ മറ്റൊരു കമ്പനിയുടെ പശ്ചാത്തലം കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ റാഡിക്കോ NV ഡിസ്റ്റിലറീസ് ആണ്. ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് മുതിർന്ന BJP നേതാവായിട്ടുള്ള പങ്കജ് മുണ്ടയുടെ ഭർത്താവ് കൂടിയായിട്ടുള്ള അമിത് പാൽവെയാണ് ഇതിൻ്റെ ഡയറക്ടർ. ഇതാണ് നമ്മൾ 3 സ്ഥാപനങ്ങളുടെ മാത്രം പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഇത്തരത്തിൽ ഒരു സ്ഥാപനം, അതായത് സംസ്ഥാനത്ത് ഒരു സ്പിരിറ്റ് നിർമ്മാണ കേന്ദ്രം ആരംഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും തിരിച്ചടിയാകുന്നത് ഇങ്ങോട്ടേക്ക് സ്പിരിറ്റ് എത്തിച്ചുകൊണ്ടിരിക്കുന്ന അന്യസംസ്ഥാനത്ത് നിന്നുള്ള സ്ഥാപനങ്ങൾക്കാണ്. അപ്പോൾ ഈ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാണോ പ്രതിപക്ഷം സംസാരിക്കുന്നത് എന്നുള്ള സംശയം ന്യായമായും ഉയരും. അതിൽ ഏറ്റവും പ്രസക്തം അവരുടെ പശ്ചാത്തലം, അവരുടെ രാഷ്ട്രീയ ബന്ധം കൂടി പരിശോധിക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ നിലപാട് തീർച്ചയായും വലിയ സംശയത്തിന്റെ നിഴലിൽ തന്നെയാണെന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ശരത്, ഷീജ, കേരളത്തിലെ പ്രതിപക്ഷത്തെ സംബന്ധിച്ച്, വിശേഷിച്ച് കോൺഗ്രസ് നയിക്കുന്ന UDFനെ സംബന്ധിച്ച് കർണാടകയിലെ സർക്കാരും അവിടുത്തെ രാഷ്ട്രീയ പിന്തുണയും എല്ലാ അർത്ഥത്തിലും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള, പ്രത്യേകിച്ച് അവിടുത്തെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള DK ശിവകുമാർ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായും കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും നിർണായകമായ സ്വാധീനമുള്ള ആളാണ്. ഇപ്പോൾ ഈ സ്പിരിറ്റ് ഒറ്റ കമ്പനി എടുത്താൽ മതി, ഒരുപാടൊന്നും അന്വേഷിച്ച് പോകേണ്ട കാര്യം തന്നെയില്ല. കർണാടകത്തിലെ ഈ കമ്പനി, അതായത് ഈ സ്പിരിറ്റ് നിർമ്മിച്ച് കേരളത്തിലെ കമ്പനികളാണ്, ഡിസ്റ്റിലറികളാണ് അവരുടെ വളരെ പ്രധാനപ്പെട്ട ക്ലയൻസിൽ വളരെ പ്രധാനപ്പെട്ടത്. അപ്പോൾ അവിടേക്ക് എത്തിക്കുന്ന സ്പിരിറ്റിൻ്റെ അളവ് കുറയാൻ പോകുന്നു. കാരണം കേരളത്തിൽ തന്നെ സ്പിരിറ്റ് നിർമ്മാണ കമ്പനികൾ വരാൻ പോകുന്നു. കേരളത്തിലെ സർക്കാർ മുന്നോട്ട് വെക്കുന്ന മദ്യനയം അനുസരിച്ച് ചട്ടങ്ങൾക്ക് വിധേയമായി നിയമം പാലിച്ച് ഇവിടെ സ്പിരിറ്റ് നിർമ്മാണമാകാം എന്ന് വന്നാൽ നിശ്ചയമായും പ്രധാനപ്പെട്ട രാജ്യത്തെ കമ്പനികളൊക്കെയും ഇപ്പോൾ ഒയാസിസിനെ പോലെ തന്നെ ഇവിടേക്ക് വരും. എണ്ണ കമ്പനികൾക്ക് ഏറ്റവും അധികം ഈ പറഞ്ഞ എഥനോൾ നൽകുന്ന കമ്പനിയാണ് ഒയാസിസ്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ചുരുക്കപ്പട്ടികയിലുള്ള കമ്പനിയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ ഈ പറഞ്ഞതുപോലെ സ്പിരിറ്റ് നിർമ്മാണ കേന്ദ്രങ്ങൾ നടത്തുന്ന കമ്പനിയാണ്.
അങ്ങനെ നമ്മുടെ സംസ്ഥാനത്ത് വർഷങ്ങളായി നിലനിൽക്കുന്ന മദ്യനയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് അതിലെ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ സ്പിരിറ്റ് നിർമ്മാണശാല തുടങ്ങാം, ഞങ്ങൾക്ക് അതിന് ഇത്ര സ്ഥലം കേരളത്തിൽ ഇന്ന സ്ഥലത്തുണ്ട്, ഞങ്ങൾ സർക്കാർ പറയുന്ന അല്ലെങ്കിൽ എല്ലാ വ്യവസ്ഥകൾക്കും വിധേയപ്പെട്ടുകൊണ്ട് തന്നെ തുടങ്ങാം എന്ന് പറഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട കമ്പനികൾ കേരളത്തിലേക്ക് വന്നാൽ അത് തങ്ങൾക്ക് ദോഷമാകും. തങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് ലോഡ് സ്പിരിറ്റ് കേരളത്തിലേക്ക് ഇനി കൊടുക്കാൻ കഴിയില്ല, തങ്ങളുടെ ഒരു വലിയ സാമ്പത്തിക സോഴ്സ് അടയും എന്ന് കരുതുന്നത് കർണാടകയിലെ ഒരു മന്ത്രി ഉടമയായി വരുന്ന ഒരു കമ്പനിയാണ് ഇപ്പോൾ ഷീജ സൂചിപ്പിച്ചതുപോലെ. അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ താല്പര്യമുണ്ടാകാം, അവിടുത്തെ നേതൃത്വത്തിൻ്റെയും സർക്കാരിൻ്റെയും ഇഷ്ടമുണ്ടാകാം. ഇതെല്ലാം കേരളത്തിലെ പ്രതിപക്ഷത്തെ വി.ഡി. സതീശൻ നയിക്കുന്ന കോൺഗ്രസിൻ്റെ UDF എന്ന മുന്നണിയെ ബാധിക്കാം, സ്വാധീനിച്ചേക്കാം എന്ന് ആളുകൾ കരുതിയാൽ ഒരു കാരണവശാലും ആരെയും കുറ്റം പറയാനേ കഴിയില്ല. ഈ വിവരങ്ങൾ ആകെ നമ്മുടെ മുമ്പിൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. തീർച്ചയായും ശരത്ത്, അതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം ശരത്ത് നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയ വാർത്ത പ്രകാരം 3000 കോടി ആണ് ഇവിടെ നിന്നും സംസ്ഥാനത്ത് നിന്നും അന്യ സംസ്ഥാനത്തേക്ക് ഇത്തരം കമ്പനികൾക്ക് വേണ്ടി ചിലവാക്കുന്നത്. അപ്പോൾ ഈ പുറത്തേക്ക് ഇത്രയും തുക നൽകിയാണ് ഇവിടേക്ക് സ്പിരിറ്റ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഇവരുടെ ഒരു പ്രധാന കേന്ദ്രം ഈ കർണാടകത്തിലെ മഹാരാഷ്ട്രയിലുമൊക്കെ ഈ എത്തനോൾ ENA നിർമ്മിക്കുന്നവരുടെ പ്രധാന ഒരു വരുമാനം കേരളത്തിലേക്ക് എത്തിക്കുന്നത് തന്നെയാണ്. പക്ഷെ അത് അവസാനിക്കാൻ പോകുന്നു എന്നുള്ളത് സ്വാഭാവികമായും വലിയ തോതിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിക്കുന്നുണ്ട്. അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതികരണമായി പ്രതിപക്ഷത്തിൻ്റെ നിലപാടിനെ ആരെങ്കിലും വ്യാഖ്യാനിച്ചാൽ അത് തെറ്റു പറയാൻ സാധിക്കില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കോൺഗ്രസിൻ്റെ ബന്ധമുള്ള ഈ ഹർഷ ഷുഗേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനം തന്നെയാണ്. ഇതിൽ കൃത്യമായ രീതിയിൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലക്ഷ്മി ഹബൽക്കർ എന്ന് പറയുന്നത് അവിടുത്തെ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയാണെന്നുള്ള കാര്യം കൃത്യമായി അതിൽ തന്നെ ഇത് വളരെ 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 പ്രധാനപ്പെട്ടതാണ്. കേരളത്തിലെ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള UDF മുന്നണി സമാധാനവും ഉത്തരവും പറയേണ്ട, അവരെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന, കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിനും ഉന്നതിയിലും അപ്പുറം തങ്ങളുടെ രാഷ്ട്രീയ എതിർപ്പ്, അതുപോലെ തങ്ങളെ പിന്താങ്ങുന്ന, തങ്ങളെ നിലനിർത്തുന്ന ഒരു രാഷ്ട്രീയ കേന്ദ്രത്തിൻ്റെ താല്പര്യാർത്ഥം കർണാടകത്തിലെ ആ ലോബിക്ക് വേണ്ടിയാണോ കേരളത്തിലെ പ്രതിപക്ഷം കേരളത്തിലേക്ക് ഒരു വ്യവസായശാല ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് വരാൻ പോകുമ്പോൾ അതിനെ എതിർക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കർണാടക മന്ത്രി ഉടമയായിട്ടുള്ള ഹർഷ ഷുഗേഴ്സ് എന്ന കമ്പനി വളരെ പ്രധാനപ്പെട്ട ഒരു സ്പിരിറ്റ് ഉൽപ്പാദന കേന്ദ്രമാണ്. അവിടെ നിന്ന് കേരളത്തിലെ ഡിസ്റ്റിലറികളിലേക്ക് ഇങ്ങനെ സ്പിരിറ്റ് എത്തിക്കുന്നുണ്ട്. ആ നിലയിലുള്ള പുതിയ വിവരങ്ങൾ കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രേക്ഷകരുമായി കൈരളി ന്യൂസ് പങ്കുവെക്കുന്നത്, പുറത്തുവിട്ടിരിക്കുന്നത്. ഷീജയാണ് വിശദാംശങ്ങൾ നൽകിയത്.